ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും വില്ലേജും കൂടെ പോത്തീസിലേക്കാണ് പോകുന്നത്. ഇന്നൊരു ഷോപ്പിംഗ്, അതായത് വെഡ്ഡിങ് ഷോപ്പിംഗ് വ്ലോഗാണ്. ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസിൻ സിസ്റ്റർ ഉണ്ട്, മിന്നു ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ മിന്നു ചേച്ചിക്ക് വേണ്ടി എടുക്കാനല്ല, മിന്നു ചേച്ചിയുടെ സിസ്റ്റർ ഉണ്ട് ഏഞ്ചൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ വ്ലോഗിലൂടെ കുറേ പ്രാവശ്യം അവൾ വ്ലോഗിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാനാണ് നമ്മളിന്ന് പോത്തീസിൽ വന്നത്. അപ്പോൾ ഫുൾ ടൈം ഞങ്ങളൊക്കെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കാറ് മാഡത്തിന്. അപ്പോൾ അവൾ ഇത് എത്തിയിട്ടുണ്ട് പോത്തീസിലേക്ക്. ഞങ്ങൾ ഫസ്റ്റ് എത്തിയോണ്ട് അതിൽ കൂടെ റൗണ്ട് കടിച്ച് കഴിഞ്ഞപ്പോഴാണ് മാഡം എത്തിയത്. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഒരു ഫംഗ്ഷനുള്ള ഡ്രസ്സാണ് എടുക്കുന്നത്. അതിനുള്ള ബഡ്ജറ്റാണ് നമുക്കുള്ളത്. അപ്പോൾ ലെഹങ്ക അല്ലെങ്കിൽ സാരിയാണ് അവളുടെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെഹങ്കയുടെ സെക്ഷനിലേക്കാണ് വന്നത്. അവിടെ എന്താ പറയുക, ഒരു 3000 തൊട്ടെന്തോ സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു. ലെഹങ്കാസ് 3000 ആണോ 4000 ആണോ, ആ ഒരു റേഞ്ചിൽ തന്നെ സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു 5 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു 10 വരെ മാക്സിമം പോകാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത്. അതിനുള്ളിൽ ഒരു നല്ല ഡ്രസ്സ് അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ ആദ്യം അവിടെ 2 ഡ്രസ്സാണ് ട്രയൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് ട്രയൽ ചെയ്തു. അത് നല്ലതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതും ട്രൈ ചെയ്തു. അവൾക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എനിക്ക് മറ്റേതാട്ടോ. വില്ലേജിക്ക് 2 ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ട്രൈ ചെയ്ത് ഒന്ന് മാറ്റി വെച്ചു. ബ്ലൂ തന്നെയാണ് മാറ്റി വെച്ചത്, അവൾക്ക് അതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ എന്താ പറയുക, ഇതൊക്കെ 10 എബോവ് പോകട്ടെ, ഒരു 12, 13, 14 ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള ലെഹങ്കാസാണ്. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാനാണെങ്കിൽ വലിച്ചിട്ട് കല്യാണത്തിന് പോത്തീസിൽ നിന്നാണ് ലെഹങ്ക എടുത്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ കാണുന്ന ലെഹങ്കാസൊക്കെ ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ നേരെ മറ്റേ സാരിയുടെ സെക്ഷനിലേക്ക് പോയി. കാരണം അതും നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാരിയുടെ അവിടെ പോയപ്പോൾ അവൾക്കൊരു റെഫറൻസ് പിക്ക് അവൾ കാണിച്ചു കൊടുത്തു. ഒരു ഫോട്ടോ, ഒരു റെഡല്ല, ഒരു മെറൂൺ ഷെയ്ഡിൽ, മെറൂണാണോ മജന്തയാണോ ഇങ്ങനെയാണ് പറയുന്നത്, ഈ ഒരു ഷെയ്ഡ് സാരിയാണ് അവളുടെ മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ ചേച്ചി ആ ഒരു ഷെയ്ഡിലുള്ള സാരീസൊക്കെ എടുത്ത് കാണിച്ചു. ഒന്ന് ഡ്രൈപ്പ് ചെയ്ത് കാണിക്കുമെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഡ്രൈപ്പ് ചെയ്ത് കാണിച്ചു. ഇത് നല്ല കളറാണ് കേട്ടോ, എല്ലാവർക്കും തന്നെ സ്യൂട്ടാവുന്ന കളറാണ്. അപ്പോൾ അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവളുടെ ചേച്ചി മിന്നുവിനെയും കൂടെ വിളിച്ചപ്പോൾ പുള്ളിക്കാരി കുഴപ്പമില്ല നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ മൊത്തത്തിൽ കൺഫ്യൂഷനായി. കുറേ അടിപൊളി സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് മൊത്തം കൺഫ്യൂഷൻ ആവുമല്ലോ. അങ്ങനത്തെ ചേച്ചി ആ കളറിലുള്ള ഒരു 2-3 പാറ്റേൺ അവളിൽ ട്രൈ ചെയ്തിട്ട് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൽ നിന്നും ഒരു 1-2 ഞങ്ങൾ മാറ്റി വെപ്പിച്ചു. കാരണം മൊത്തത്തിൽ കൺഫ്യൂഷനായി, ലാച്ചി എടുക്കണോ ഇത് എടുക്കണോ. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ആ കളറൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് പുതിയ 2 കളേഴ്സ് കണ്ടപ്പോൾ അതും കൂടെയും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ അവിടെ ഉള്ളത്. ഈ ഒരു സാരി എന്നൊക്കെ പറയുമ്പോൾ ഒരു 3500, 4000 ആ ഒരു റേഞ്ചിൽ വരുന്ന സാരീസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ഈ ഒരു സാരി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അവൾക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ അവളുടെ മൈൻഡിൽ ആ ഒരു മജന്ത ആയതുകൊണ്ട് അതായിരുന്നു അന്നേരം കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പട്ടുസാരി ബനാറസി ആ ഒരു റേഞ്ചിൽ നിന്ന് നേരെ മാറി ഒരു ഓർഗൻസ സെക്ഷനിലേക്ക് പോയി. അങ്ങനത്തെ സാരി കിട്ടുന്ന, ഫാൻസി സാരിയൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അതും ഇഷ്ടപ്പെട്ടു. ഇത് കൂടുതൽ കുറേ കളക്ഷൻസ് ഉള്ളപ്പോൾ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവുമെന്ന് പറയുന്നത് വളരെ ശരിയുള്ള കാര്യമാണ്. അങ്ങനെ അവൾക്ക് ഇതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിങ്ക് കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറല്ലേ. അങ്ങനെ ഇതും ഒന്ന് വെച്ച് നോക്കി. അത് കഴിഞ്ഞപ്പോൾ അടുത്തത് ഒരു പീച്ച് ഷെയ്ഡിലുള്ള, പേസ്റ്റൽ ഷെയ്ഡാണ് നമ്മൾ മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ ആ ഒരു സാരി മാത്രമാണ് ഇച്ചിരി ഡാർക്കായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എല്ലാം മാറ്റി വെച്ചതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് മേടിച്ചു. ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യട്ടോ കമൻറ്റ് ബോക്സിൽ. അത് കഴിഞ്ഞ് നമ്മൾ വിശന്നു. എത്ര നേരമായെന്നറിയോ, ഉച്ചയ്ക്ക് വന്നിട്ട് 5 മണി 6 മണിയൊക്കെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. ഉച്ചയ്ക്കല്ല, രാവിലെ ഇറങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നവ്യയുടെ ബേക്കറിയിൽ പോയിട്ട് ഞങ്ങൾ ചെറിയൊരു സ്നാക്കൊക്കെ കഴിച്ചു, ഒരു ജ്യൂസൊക്കെ കുടിച്ചു. ഞങ്ങളുടെ തൽക്കാല വിശപ്പൊന്ന് അടക്കി. അത് കഴിഞ്ഞ് നമ്മളെടുത്ത ഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ പുതിയ ഓർണ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് ഗുഡ് വില്ലിൻ്റെ, നമ്മുടെ കോൺവെൻറ്റ് ജംഗ്ഷനിലാണ്. അപ്പോൾ അവിടെ പോയി. അവിടെ മറ്റേ ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ട് ഒടുക്കത്തെ തിരക്കാണ്. എൻ്റെ പൊന്നെ, നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടതല്ല. അത് കഴിഞ്ഞിട്ട് ബില്ലിങ് മാത്രമാണ് അവർ ചെയ്തു തരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഓടിയിടന്ന് എടുത്ത് സെലക്ട് ചെയ്യണം. കുറേ കളക്ഷൻസ് ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ ഓണത്തിനുള്ള കുറച്ച് സാധനങ്ങളും മേടിച്ചു. അവളുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ ബില്ല് ചെയ്ത് അവൾ ഹോസ്റ്റലിലേക്കും പോയി. ഞാനും വലിയച്ചിയും ബസ്സിൽ കയറി. ഞങ്ങൾക്ക് ബസ് ഉണ്ടോയെന്ന് വരെ ഡൗട്ടായിരുന്നു ലാസ്റ്റ് മൊമെൻറ്റിൽ.
അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലാസ്റ്റ് ബസ്സാന്ന് തോന്നുന്നു കിട്ടി എങ്ങനെയോ. അത് കഴിഞ്ഞ് ഞാനും വലിച്ചും കൂടെയും വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.